ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേരള ഹിസ്റ്ററി എന്ന ഭാഗത്ത് നമ്മൾ പഠിക്കേണ്ട ന്യൂ SCERTയിലെ ലെസൺ ആണ്. ഇത് സ്റ്റാൻഡേർഡ് എയ്റ്റിലെ ന്യൂ SCERT പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിൽ 8th ലെസൺ ആണ് കേട്ടോ. 8th ലെസൺ ദേശീയ പ്രസ്ഥാനവും കേരളവും. നമ്മൾ LP UP സിലബസ് എടുത്ത് വെച്ച് നോക്കിയാൽ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്നൊരു ഹെഡ്. അപ്പോൾ ആ ഒരു ഹെഡ് അതിൽ അണ്ടറിൽ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. കൂടാതെ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിലെ കുറേ കാര്യങ്ങൾ, കേരള നവോത്ഥാനത്തിലെ കുറേ കാര്യങ്ങൾ ഒക്കെ ഇവിടെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഓൾഡ് SCERT പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേരള ഹിസ്റ്ററി ഭാഗത്ത് പഠിക്കുന്ന ഒരു ലെസൺ ആയിരുന്നു കേരളം ആധുനികതയിലേക്ക്. അതുപോലെ അല്ലെങ്കിൽ ആ ചാപ്റ്ററിനേക്കാൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് ദേശീയ പ്രസ്ഥാനവും കേരളവും. അപ്പോൾ നോട്ട് എഴുതി പഠിക്കാത്തവർ ഈ ഒരു ചാപ്റ്ററിൻ്റെ നോട്ട് കൃത്യമായിട്ട് തന്നെ എഴുതി പഠിക്കണം. ഇനി മറ്റുള്ള മെറ്റീരിയൽസ് കയ്യിലുണ്ടെങ്കിൽ ഓക്കെ, മെറ്റീരിയൽസ് ഒന്നും കയ്യിലില്ലാത്തവർ ഈ ഒരു ചാപ്റ്റർ നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. കാരണം അടുത്ത എക്സാമിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 2 മാർക്ക് നമുക്ക് ഷുവറായിട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ദേശീയ പ്രസ്ഥാനവും കേരളവും. നോക്കിയേ, തിരുവനന്തപുരത്ത് പാങ്ങോടുള്ള സൈനിക ക്യാമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ധീര യോദ്ധാവിൻ്റെ പ്രതിമയാണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്തിനെക്കുറിച്ചുള്ളതാണ് ആ ഒരു പ്രതിമ? എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാ? 1741 കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ സേന ഡച്ചുകാരെ പരാജയപ്പെടുത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ കുളച്ചൽ യുദ്ധം വർഷം നോക്കുക, 1741 കുളച്ചൽ യുദ്ധം. ഇനി ഈ ഒരു ഭാഗത്ത് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? വ്യത്യസ്ത യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കച്ചവടത്തിനായി കേരളത്തിൽ എത്തിയവർ നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുത്ത് രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കാനാണ് ശ്രമിച്ചിരുന്നത്. കേരളത്തിൽ ആധിപത്യം ഉറപ്പിക്കാൻ യൂറോപ്യർക്കിടയിൽ നടന്ന മത്സരത്തിൽ മേൽക്കൈ ലഭിച്ചത് ബ്രിട്ടീഷുകാർക്കാണ്. ഓക്കെ, അങ്ങനെ ബ്രിട്ടീഷുകാർ കേരളത്തിലെത്തി. യൂറോപ്യരുടെ ആഗമന കാലത്ത് കേരളത്തിൽ വിവിധ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് മലബാർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലും കൊച്ചി, തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ടുള്ള രാജഭരണത്തിന് കീഴിലുമാണ് നിലനിന്നിരുന്നത്. മലബാർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലും കൊച്ചിയും തിരുവിതാംകൂറും സാമന്ത രാജാക്കന്മാർ വഴിയുള്ള നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ട് രാജഭരണത്തിൽ കീഴിലാണ് നിലനിന്നിരുന്നത്. അപ്പോൾ ഇനി ഈ ഒരു ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മുടെ കേരളത്തിൽ എന്തൊക്കെ പോരാട്ടങ്ങളാണ് നടന്നത്, അതിനൊക്കെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു, അതിൻ്റെയൊക്കെ ഫൈനൽ റിസൾട്ട് എന്തായിരുന്നു? അപ്പോൾ ഏറ്റവും ആദ്യം ആരെക്കുറിച്ചാണ് പറയുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് പുരളിമലയിലെ പൂമരങ്ങൾ. പഴശ്ശിരാജയെക്കുറിച്ച് പുരളിമലയിലെ പൂമരങ്ങൾ എന്ന കൃതി രചിച്ചത് ആര്? പി കുഞ്ഞിരാമൻ നായർ. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുരളിമലയിലെ പൂമരങ്ങൾ എന്ന ആ ഒരു പുസ്തകത്തിൽ നിന്നുള്ള കുറച്ച് വരികൾ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഒട്ടും മറന്നില്ല ഞങ്ങൾ ഇന്നും നെടുംകോട്ടയം നാട്ടിലെ കേസരി വീരനെ. ആരെക്കുറിച്ചായി പറയുന്നത്? പഴശ്ശിരാജയെക്കുറിച്ചാണ്. ഹൃത്തിലെ ചെഞ്ചോര നീരിലി സ്വാതന്ത്ര്യ വിത്ത് മുളപ്പിച്ച കർഷക വീരനെ സ്വതന്ത്രലബ്ധിതൻ ലഹരിയിൽ പാടെ മറന്നു മലയാളി എങ്കിലും. അപ്പോൾ ഈ വരികൾ ഏത് കൃതിയിലെയാണ്? പുരളിമലയിലെ പൂമരങ്ങൾ എന്ന പി കുഞ്ഞിരാമൻ നായരുടെ കൃതിയിൽ നിന്നുള്ള വരികളാണ്. ഈ കൃതിയിൽ ആരെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്? പഴശ്ശിരാജയെക്കുറിച്ച് പരാമർശമുള്ള കൃതിയാണിത്. ഓക്കെ, അപ്പോൾ പഴശ്ശിരാജയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്താണ്? നെടും കോട്ടയം നാട്ടിലെ കേസരി വീരനെ. ആരെക്കുറിച്ചാണ്? പഴശ്ശിരാജയെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കൂ, കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കേരളവർമ്മ പഴശ്ശിരാജയെക്കുറിച്ചാണ് മുകളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. വടക്കേ മലബാറിലെ കോട്ടയം രാജകുടുംബാംഗമായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. ആദ്യകാലത്ത് മൈസൂർ ഭരണാധികാരികൾക്കെതിരെ മലബാറിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നു. ഇതിന് പകരമായി കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം പഴശ്ശിക്ക് നൽകാമെന്നും വ്യവസ്ഥയുണ്ടായി. എന്നാൽ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായതോടുകൂടി സ്ഥിതി മാറി. കോട്ടയത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ അവരോട് വിധേയത്വം പുലർത്തിയിരുന്ന പഴശ്ശിയുടെ അമ്മാവനായിട്ടുള്ള കുറുമ്പ്രനാട് രാജാവ് വീരവർമ്മയെയാണ് ഏൽപ്പിച്ചത്. ഈ അവഗണനയ്ക്കെതിരെ പ്രതിഷേധിച്ച പഴശ്ശിരാജ പുതിയ ഭരണാധികാരികൾക്ക് നികുതി കൊടുക്കേണ്ടതില്ല എന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇതോടെ പഴശ്ശിക്കും ബ്രിട്ടീഷുകാർക്കുമിടയിൽ സംഘർഷം ഉടലെടുത്തു.
പഴശ്ശി കലാപത്തെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് വേണ്ട എന്ന് എനിക്കറിയാം, കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ എങ്ങനെയാണ് പഴശ്ശിയും ബ്രിട്ടീഷുകാരും തമ്മിൽ ശത്രുതയിലായത് എന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ആദ്യം എന്ത് ചെയ്തു, അവർ മലബാറിൽ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ നമ്മുടെ പഴശ്ശി ബ്രിട്ടീഷുകാരെ ഹെൽപ്പ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? മൈസൂർ രാജാവിനെതിരെയായിട്ട് ഹെൽപ്പ് ചെയ്തു അല്ലേ. പക്ഷേ പിന്നീട് ശ്രീരംഗപട്ടണ ഉടമ്പടി വന്നതോട് കൂടിയിട്ട് ബ്രിട്ടീഷുകാരുടെ സ്വഭാവം മാറി. അവർ പഴശ്ശിയെ നൈസായിട്ട് അങ്ങ് പറ്റിച്ചു. എന്നിട്ട് പഴശ്ശിയുടെ മാതുലനായിട്ടുള്ള കുറുമ്പനാട്ട് രാജയ്ക്ക് എന്ത് ചെയ്തു, അവിടെ നികുതി പിരിക്കാനുള്ള, കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള ആ ഒരു അധികാരമൊക്കെ കൊടുത്തു. അതോടുകൂടിയിട്ട് പഴശ്ശി രാജയും ബ്രിട്ടീഷുകാരും തമ്മിൽ എനിമീസായി. ഓക്കെ അല്ലേ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പഴശ്ശി കൈക്കൊണ്ട പ്രതിരോധ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. താവളം വയനാട്ടിലേക്ക് മാറ്റി. ഓക്കെ. അതുപോലെ തദ്ദേശീയ ജനവിഭാഗങ്ങളെ കൂടെ ചേർത്തു. ഒളിപ്പോർ യുദ്ധം അല്ലെ ഗറില്ല വാർഫെയർ നടത്തി. അപ്പോൾ ഇതൊക്കെയായിരുന്നു പഴശ്ശി സ്വീകരിച്ചിരുന്ന മാർഗങ്ങൾ എന്ന് പറയുന്നത്. പഴശ്ശി കൈക്കൊണ്ട പ്രതിരോധ തന്ത്രങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത് അല്ലെ ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ നമുക്ക് ചോദിക്കാം. താവളം വയനാട്ടിലേക്ക് മാറ്റി. പഴശ്ശിയും അദ്ദേഹത്തിൻ്റെ അനുയായികളുടെയും താവളം വയനാട്ടിലേക്ക് മാറ്റി. തദ്ദേശീയ ജനവിഭാഗങ്ങളെ കൂടെ ചേർത്തു. ഒളിപ്പോർ നടത്തി. അപ്പോൾ ഈ 3 പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അടുത്ത ചോദ്യം ചിലപ്പോൾ ഇവിടെ നിന്നാവും. പിന്നെ നമ്മൾ ശ്രീരംഗപട്ടണ ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ വർഷമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. 3-ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ മൈസൂർ പരാജയപ്പെട്ടതിനെ തുടർന്ന് 1792 മാർച്ച് 18-ന് മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഏത്? ശ്രീരംഗപട്ടണം ഉടമ്പടി. നോക്കാം. 3-ാം ആംഗ്ലോ മൈസൂർ യുദ്ധം പരാജയപ്പെട്ടു. ആ പരാജയത്തെ തുടർന്ന് 1792 മാർച്ച് മാസം 18-ാം തീയതി ടിപ്പു സുൽത്താനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. ഉടമ്പടി പ്രകാരം ടിപ്പുവിൻ്റെ അധീനതയിലായിരുന്ന മലബാർ, കൂർഗ് പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അപ്പോൾ 1729-ലെ ശ്രീരംഗപട്ടണം ഉടമ്പടിയെ തുടർന്ന് ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച പ്രദേശങ്ങൾ ഏതൊക്കെ? മലബാറും കൂർഗ്. ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചത് എന്ന് 1792 മാർച്ച് മാസം 18-ാം തീയതി. ആരൊക്കെ തമ്മിലാണ്? ടിപ്പു സുൽത്താനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലായിരുന്നു ഈ ഒരു ഉടമ്പടി ഒപ്പുവെച്ചത്. ഓർത്തു വെച്ചേക്കാം. കുറിച്യ നായകൻ ആരാണ്? കുറിച്യ നായകൻ തലയ്ക്കൽ ചന്തു. കുറിച്യ നായകൻ തലയ്ക്കൽ ചന്തു നായർ പടയെ നയിച്ച എടച്ചേന കുങ്കൻ, കൈതേരി അമ്പു, കണ്ണവത്ത് ശങ്കരൻ, പള്ളൂർ ഏമൻ എന്നിവർ പഴശ്ശിക്ക് ശക്തമായ സൈനിക പിൻബലം നൽകി. പഴശ്ശിക്ക് ശക്തമായ സപ്പോർട്ട് കൊടുത്തിരുന്ന വ്യക്തികളാണ് കുറിച്യ നേതാവായ തലയ്ക്കൽ ചന്തു, നായർ പടയെ നയിച്ച എടച്ചേന കുങ്കൻ, കൈതേരി അമ്പു, കണ്ണവത്ത് ശങ്കരൻ, പള്ളൂർ ഏമൻ നായർ. ഇവരൊക്കെ പഴശ്ശിക്ക് ശക്തമായിട്ടുള്ള സൈനിക പിൻബലം നൽകിയ വ്യക്തികളാണ്. വനങ്ങളും മലയിടുക്കുകളും നിറഞ്ഞ വയനാട്ടിൽ ജനങ്ങളുടെ പിന്തുണയോടെ പ്രതിരോധം തീർത്ത പഴശ്ശിയെ കീഴടക്കുക എളുപ്പമല്ല എന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി. അദ്ദേഹത്തിനെതിരെ എന്തൊക്കെ നടപടികളാണ് ഇവർ കൈക്കൊണ്ടത്? അപ്പോൾ നോക്കാട്ടോ, മുകളിൽ 3 പോയിന്റ് നമ്മൾ പഠിച്ചു. ആ പോയിന്റ് എന്തായിരുന്നു? പഴശ്ശി ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ പ്രതിരോധ തന്ത്രങ്ങളാണ് ഈ 3 പോയിന്റ്. താവളം വയനാട്ടിലേക്ക് മാറ്റി, തദ്ദേശീയ ജനവിഭാഗങ്ങളെ കൂട്ടിച്ചേർത്തു, ഒളിപ്പോർ നടത്തി. അടുത്ത നോക്കി, ബ്രിട്ടീഷുകാർ പഴശ്ശിക്കെതിരെ എന്തൊക്കെ നടപടികളാണ് കൈക്കൊണ്ടത് നോക്കട്ടോ. തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ സൈനിക താവളങ്ങൾ ഒരുക്കി, പുതിയ റോഡുകൾ നിർമ്മിച്ചു, വയനാട്ടിലേക്ക് അരി എത്തുന്നത് തടഞ്ഞു, കലാപത്തിൽ പങ്കെടുക്കുന്നവരെ പിടിച്ചുകൊടുക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചു. പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട് നമുക്കിതാ ഈ ഭാഗത്തു നിന്ന് ഒരു ചോദ്യ സാധ്യതയുണ്ട്. കണ്ടോ, ഇവിടെ ഒരു 3 പോയിന്റ്സ് ഉണ്ട്. ഈ 3 പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ പഴശ്ശി സ്വീകരിച്ച പ്രതിരോധ തന്ത്രങ്ങളാണ്. അതുകൂടാതെ ഇവിടെ തന്നിരിക്കുന്ന 4 പോയിന്റ്സ് എന്താണ്? ബ്രിട്ടീഷുകാർ പഴശ്ശിക്കെതിരെ സ്വീകരിച്ച നടപടികളാണ്. അപ്പോൾ ഇത് തമ്മിൽ മിക്സ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തു നിന്നൊരു ചോദ്യം കൂട്ടത്തിൽപ്പെടാത്തത് ഏത് എന്ന രീതിയിൽ ചോദിക്കാം. പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ പഴശ്ശിക്കെതിരെ എന്തൊക്കെ നടപടികളാണ് ബ്രിട്ടീഷുകാർ കൈക്കൊണ്ടത്? തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ സൈനിക താവളങ്ങൾ ഒരുക്കി, പുതിയ റോഡുകൾ നിർമ്മിച്ചു, വയനാട്ടിലേക്ക് അരി എത്തിക്കുന്നത് തടഞ്ഞു, കലാപത്തിൽ പങ്കെടുക്കുന്നവരെ പിടിച്ചുകൊടുക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചു. ഓക്കെ, ഇനി അടുത്തത് പഴശ്ശിക്കും സംഘത്തിനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിലയിട്ടത് നോക്കേ. പിടിച്ചുകൊടുത്താൽ മുഴുവൻ പഗോഡയും കിട്ടും, വിവരം നൽകിയാൽ പകുതിയും. അതായത് പഗോഡ എന്ന് പറയുന്നത് അന്നത്തെ വിനിമയ നാണയമാണ്. അപ്പോൾ പഴശ്ശി രാജയെക്കുറിച്ച് വിവരം നൽകുന്നവർക്കോ അല്ലെങ്കിൽ പിടിച്ചു കൊടുക്കുന്നവർക്കോ ഉള്ള എമൗണ്ട് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 3000 എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ പകുതിയാണ് എന്ത്? വിവരം നൽകിയാൽ ലഭിക്കുക. അദ്ദേഹത്തെ പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ 3000 പഗോഡയുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി വീരവർമ്മ രാജാവ് 1000, രവിവർമ്മ രാജാവ് 1000, പള്ളൂർ ഏമൻ നായർ 1000, പള്ളൂർ
രയരപ്പൻ 300, എടച്ചേന കുങ്കൻ 1000. അപ്പോൾ അവർക്ക് വിലയിട്ടിരിക്കുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? ഇത് അവലംബം ഇതുണ്ട്. എവിടെ നിന്ന് എടുത്തിരിക്കുന്നത്? ഡോക്ടർ KKN കുറുപ്പിൻ്റെ പഴശ്ശി സമരങ്ങൾ. അപ്പോൾ കൃതികൾ നോക്കാം. പഴശ്ശി സമരങ്ങൾ എന്ന കൃതി എഴുതിയത് ആര്? ഡോക്ടർ KKN കുറുപ്പ്. പുരളി മലയിലെ പൂമരങ്ങൾ ആരുടെയാണ്? P കുഞ്ഞിരാമൻ നായരുടെ. പിന്നെ പഴശ്ശി സമരങ്ങൾ ആരുടെയാണ്? KKN കുറുപ്പിൻ്റെയാണ്. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരാം. കമ്പനി ഭരണത്തിന് പ്രതിസന്ധി ഉണ്ടാക്കിയ പഴശ്ശിയെ നേരിടാൻ പ്രഗത്ഭരായ സൈന്യാധിപരെ നിയോഗിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തലശ്ശേരിയിലെ സബ് കളക്ടറായി വന്ന തോമസ് ഹാവേ ബേബർ പഴശ്ശിയുടെ ശക്തിയായിരുന്ന സേനാനായകരെ വധിച്ചും താവളങ്ങൾ കണ്ടെത്തിയും പഴശ്ശിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. 1805 നവംബർ മാസം 30 വയനാട്ടിലെ മാവിലാന്തോട് എന്ന സ്ഥലത്ത് വെച്ച് കമ്പനി സൈന്യത്തോടുള്ള ഏറ്റുമുട്ടലിൽ അദ്ദേഹം വീരമൃത്യു വരിച്ചു. പഴശ്ശിയുടെ മാവിലാന്തോടുള്ള പ്രതിമയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, കണ്ടല്ലോ. അപ്പോൾ ഇദ്ദേഹം വീരമൃത്യു വരിച്ചതെന്ന് 1805 നവംബർ 30 വയനാട്ടിലെ മാവിലാന്തോട് എന്ന സ്ഥലത്ത് വെച്ച് കമ്പനി സൈന്യത്തോടുള്ള ഏറ്റുമുട്ടലിൽ അദ്ദേഹം വീരമൃത്യു വരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നമ്മൾ മറ്റേ കൃതിയിൽ അല്ലെ, കേരള സിംഹം എന്ന് പറഞ്ഞ കൃതിയിൽ എന്താണ്, ഏത് രീതിയിലാണ് ഇദ്ദേഹം മരണപ്പെട്ടത്? വജ്രം മോതിരം വിഴുങ്ങി ആത്മഹത്യ ചെയ്യായിരുന്നു എന്ന് പരാമർശമുള്ളതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലേ. ഇനി ഇവിടെ നോക്കാം, KM പണിക്കരുടെ ഇതാണ് ആ ഒരു കേരള സിംഹം എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് വരാം. അയാൾ ഒരു കലാപകാരിയാണെങ്കിലും ഈ രാജ്യത്തെ പ്രകൃതിയാ നിലവിലുള്ള നാടുവാഴികളിൽ ഒരാളെന്ന നിലയിൽ നിലം പതിച്ച ശത്രുവിനോട് കാണിക്കാറുള്ളതിൽ നിന്നും വ്യത്യസ്തമായി അയാളെ പരിഗണിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നി. പഴശ്ശിയുടെ ശരീരം ഔദ്യോഗിക ബഹുമതികളോടെ മാനന്തവാടിയിൽ സംസ്കരിച്ചതിനെക്കുറിച്ച് മലബാർ പ്രിൻസിപ്പൽ കളക്ടർ തോമസ് വാർഡന് തോമസ് ഹാവേ ബേബർ എഴുതിയ കത്തിന്റെ ഒരു ഭാഗമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. വിളംബര ഘോഷം മുഴക്കിയ ദളവ. ഈ ഭാഗത്ത് എന്താ പറയുന്നത്? തിരുവിതാംകൂർ ചരിത്രത്തിലെ നിർണായകമായ ഈ 2 സംഭവങ്ങൾക്ക് ശേഷം, ഏത് 2 സംഭവങ്ങൾക്ക് ശേഷം? അതായത് ആറ്റിങ്ങലിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരം, അതുപോലെ കുളച്ചൽ യുദ്ധം, അതിനുശേഷം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന മറ്റൊരു ചെറുത്തുനിൽപ്പാണ് ഏത്? വേലുത്തമ്പി ദളവയുടെ നീക്കം. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ബാലരാമവർമ്മ മഹാരാജാവിന്റെ ദളവ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായിരുന്നു വേലുത്തമ്പി. ആരുടെയാണ്? ബാലരാമവർമ്മ. അനിഴം തിരുനാൾ ബാലരാമവർമ്മയുടെ ദളവയായിരുന്നു അല്ലെ പ്രധാനമന്ത്രിയായിരുന്നു വേലുത്തമ്പി ദളവ. 1805 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ രാജാവും തമ്മിൽ ഒപ്പിട്ട ഒരു കരാറിലൂടെ തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ലാതാവുകയും ഭരണം ബ്രിട്ടീഷ് റെസിഡന്റായ മെക്കോളയുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ഇതോടൊപ്പം ദളവയായിരുന്ന വേലുത്തമ്പിയുടെ ഉത്തരവുകൾ മെക്കോള റദ്ദാക്കുകയും കമ്പനിക്ക് നൽകാനുള്ള നികുതി കുടിശ്ശിക ഉടൻ അടച്ചു തീർക്കാൻ നിർബന്ധം പിടിച്ചതും വേലുത്തമ്പിയും ബ്രിട്ടീഷുകാരുമായുള്ള സംഘർഷത്തിന് ഇടയാക്കി. വേലുത്തമ്പിയും നമ്മുടെ മെക്കാളോ ബ്രിട്ടീഷുകാരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ് അല്ലേ. അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു ഉലച്ചിലിന് ഇടയാക്കിയ അല്ലെ സംഘർഷത്തിന് ഇടയാക്കിയ കാര്യമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പഴശ്ശിയും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള ആ ഒരു ഉലച്ചിലിനിടയായ കാരണം പറഞ്ഞു. പിന്നെ വേലുത്തമ്പിയും പിന്നെ ബ്രിട്ടീഷുകാരും എങ്ങനെ എനിമീസ് ആയി എന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് മെക്കോളോയാണ് വേലുത്തമ്പിയെ ദളവ എന്ന പോസ്റ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തത്. പിന്നീട് അവരെങ്ങനെയായി അവർ സംഘർഷത്തിനിടയാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. അതായത് ദളവയായിരുന്ന വേലുത്തമ്പിയുടെ ഉത്തരവുകൾ മെക്കോളോ പിന്നീട് റദ്ദാക്കുകയും കമ്പനിക്ക് നൽകാനുള്ള നികുതി കുടിശ്ശിക എത്രയും പെട്ടെന്ന് തന്നെ കൊടുത്തു തീർക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇവർ തമ്മിൽ ശത്രുതയിലായി. ആരൊക്കെ തമ്മിൽ? വേലുത്തമ്പി ദളവയും മെക്കോളോയും തമ്മിൽ. അപ്പോൾ വേലുത്തമ്പി ദളവയുടെ ക്ലാസ് ആവട്ടെ, പഴശ്ശിരാജ ആവട്ടെ, പാലിയത്തച്ഛനാവട്ടെ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തതാണ്. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ കാണാത്തവർ തീർച്ചയായിട്ടും ആ ക്ലാസ്സുകളൊക്കെ കാണണം കേട്ടോ. അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് വരാം. കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ മെക്കാളയിൽ നിന്ന് സമാനമായ അനുഭവം നേരിട്ടു. വേലുത്തമ്പി പാലിയത്തച്ഛനുമായി രഹസ്യധാരണയിൽ ഏർപ്പെടുകയും തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം കൊച്ചിയിലെ മെക്കാളോയുടെ ക്യാമ്പ് ആക്രമിക്കുകയും എന്നാൽ ആക്രമണത്തിൽ നിന്ന് മെക്കാളോ രക്ഷപ്പെടുകയുമാണ് ഉണ്ടായത്. 1809 ജനുവരി മാസം 11 തിരുവിതാംകൂറിലെ കുണ്ടറയിൽ വെച്ച് ഒരു വിളംബരത്തിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സായുധ സമരത്തിനൊരുങ്ങുവാൻ വേലുത്തമ്പി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഈ വിളംബരമാണ് കുണ്ടറ വിളംബരം എന്ന് അറിയപ്പെടുന്നത്. 1809 നമ്മൾ പറഞ്ഞായിരുന്നു വേലുത്തമ്പി ഒരു കുണ്ടിൽ പോയി ചാടി അല്ലെ. ആ ഒരു ക്ലാസ് പഠിച്ചപ്പോൾ വേലുത്തമ്പിയെ ക്ലാസ്സിലാണ്. അപ്പോൾ എന്ത് ചെയ്തു? 1809 കുറഞ്ഞു എന്നുള്ളത് വർഷം ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. 1809 ജനുവരി മാസം 11 കുണ്ടറ വിളംബരം നടത്തിയത്. ആരാ നടത്തിയത്? വേലുത്തമ്പി ദളവ. എന്താണ് ഈ കുണ്ടറ വിളംബരത്തിലൂടെ പറയുന്നത് നോക്കാം. കുണ്ടറ വിളംബരം കൊല്ലവർഷം നോട്ട് ചെയ്ത് വയ്ക്കുക. 948 മകരം 1. തിരുവിതാംകൂറിനെ സംരക്ഷിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ബ്രിട്ടീഷുകാർ നാടിനെ കൊള്ളയടിക്കുകയാണെന്നും ഇവർ
ഇവർ തുടർന്നാൽ നാട് നശിക്കുമെന്നും ഇവർക്കെതിരെ രാജഭക്തരും ദേശസ്നേഹികളും ആയുധമെടുത്ത് പോരാട്ടത്തിന് തയ്യാറാകണം എന്നതുമാണ് ഈ വിളംബരത്തിലൂടെ തിരുവിതാംകൂറിലെ ദളവയായ വേലുത്തമ്പി ആഹ്വാനം ചെയ്തത്. കണ്ടോ, കൊല്ലവർഷം 948 മകരമാസം 1-ാം തീയതി അല്ലെങ്കിൽ 1809 ജനുവരി മാസം 11-ാം തീയതി തിരുവിതാംകൂറിലെ കുണ്ടറയിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടണമെന്ന് വേലുത്തമ്പി ജനങ്ങളോട് ആഹ്വാനം ചെയ്ത വിളംബരമാണ് കുണ്ടറ വിളംബരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. തിരുവിതാംകൂർ രാജാവിന് ദളവയുടെ ഇത്തരം നീക്കങ്ങൾ ഇഷ്ടമായിരുന്നില്ലെങ്കിലും നാട്ടുകാരെ തൻ്റെ കൂടെ നിർത്തിക്കൊണ്ട് വേലുത്തമ്പി ബ്രിട്ടീഷുകാരോട് പോരാട്ടം തുടർന്നു. കമ്പനി സൈന്യത്തോട് പരാജയപ്പെടുകയും സഹചാരിയായ പാലിയത്തച്ചൻ സഖ്യത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തത് ദളവയ്ക്ക് തിരിച്ചടിയായി. അദ്ദേഹത്തെ ദളവ പദവിയിൽ നിന്ന് രാജാവ് നീക്കം ചെയ്തു. തിരുവിതാംകൂറിൻ്റെയും കമ്പനിയുടെയും സംയുക്ത സൈന്യം വേലുത്തമ്പി അഭയം തേടിയ മണ്ണടിയിലെ ഭവനം വളഞ്ഞപ്പോൾ വിദേശ ശക്തിക്ക് പിടികൊടുക്കാതെ അദ്ദേഹം മരണം വരിക്കുകയാണ് ചെയ്തത്. ഇനി കൊച്ചിയും പാലിയത്തച്ചനും. കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്നു പാലിയത്തച്ചൻ. തിരുവിതാംകൂറുമായി രൂപീകരിച്ച സഖ്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഓൾറെഡി ആ ഒരു ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം പിന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് അദ്ദേഹത്തിന് ഒരു ഇത് വന്നത്? എന്തുകൊണ്ടാണ് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടേണ്ടി വന്നത്? ബ്രിട്ടീഷ് റെസിഡന്റായ മെക്കോളെ കൊച്ചിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടത് പാലിയത്തച്ചൻ എതിർത്തിരുന്നു. അതോടൊപ്പം പാലിയത്തച്ചന്റെ ശത്രുവിന് മെക്കാളെ അഭയം നൽകിയതും പ്രശ്നം രൂക്ഷമാക്കി. തുടർന്നാണ് തിരുവിതാംകൂറിലെ ദളവയായ വേലുത്തമ്പിയുമായി ചേർന്ന് പാലിയത്തച്ചൻ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം ആരംഭിച്ചത്. ബ്രിട്ടീഷുകാരോട് ശക്തമായി ചെറുത്തുനിന്നെങ്കിലും ഒടുവിൽ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ മദ്രാസിയിലേക്ക് നാടുകടത്തുകയാണ് ചെയ്തത്. ഇനി പാലിയത്തച്ചനെ കുറിച്ചുകൂടെ പറയുന്നത് എന്താണ്? കൊച്ചി രാജ്യത്തെ പാലിയം എന്ന നായർ തറവാട്ടിലെ കാരണവന്മാരെയാണ് പാലിയത്തച്ചൻ എന്ന് വിളിച്ചത്. പാലിയത്തച്ചന്റെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പാലിയത്തച്ചന്മാർ കൊച്ചി രാജ്യത്തിലെ മന്ത്രി മുഖ്യൻ അഥവാ പ്രധാനമന്ത്രി എന്ന സ്ഥാനം വഹിച്ചു പോന്നു. ഈ സെയിം സെന്റൻസ് ആണ് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൊച്ചി രാജ്യത്തെ പാലിയം എന്ന നായർ തറവാട്ടിലെ കാരണവന്മാരെയാണ് പാലിയത്തച്ചൻ എന്ന് വിളിച്ചിരുന്നത്. പാലിയത്തച്ചൻ എന്ന പദവി അവർക്ക് രാജാവ് കൽപ്പിച്ച് നൽകിയിട്ടുള്ളതാണ്. ഓക്കെ, മന്ത്രി മുഖ്യൻ അല്ലെ പ്രധാനമന്ത്രി എന്ന സ്ഥാനമാണ് ഇവർ വഹിച്ചിരുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് കുറിച്യർ കലാപത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രതിരോധത്തിന്റെ വീരഗാഥ നോക്കാം. പരമ്പരാഗത ആയുധങ്ങളുമായി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്ന ഗോത്രജനത. കുറിച്യർ കലാപം എന്ന് പറയുമ്പോൾ കുറിച്യർ എന്ന് പറയുന്നത് എന്താണ്? ഗോത്രജനതയാണ് കേട്ടോ, ഒരു ഗോത്രവിഭാഗമാണ്. നോക്കാം. വയനാട്ടിലെ ഗോത്രവിഭാഗങ്ങളാണ് കുറിച്യരും കുറുമ്പ്രരും. കലാപത്തിൽ പഴശ്ശിയെ സഹായിച്ചിരുന്ന ഇവരെ പിന്നീട് ബ്രിട്ടീഷുകാർ ശത്രുക്കളായിട്ടാണ് കണ്ടത്. അപ്പോൾ എന്തൊക്കെ നടപടികളാണ് കുറിച്യരോടും കുറുമ്പ്രരോടും ബ്രിട്ടീഷുകാർ സ്വീകരിച്ചതെന്ന് നോക്കാം. ഗോത്രജനതയുടെ തുണ്ടുഭൂമികൾ പിടിച്ചെടുത്തു. പരമ്പരാഗത കൃഷിരീതികൾ തുടരാൻ അനുവദിച്ചില്ല. ഇവർ തുടർന്നിരുന്ന ഒരു കൃഷി രീതിയാണ് വെട്ടിച്ചുട്ട് കൃഷി. കഴിഞ്ഞ UPSCയുടെ എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണത്. വെട്ടിച്ചുട്ട് കൃഷിയായിരുന്നു ഇവർ പരമ്പരാഗതമായി ഫോളോ ചെയ്ത് വന്നിരുന്നത്. അതൊന്നും പിന്തുടരാനായിട്ട് ബ്രിട്ടീഷുകാർ ഇവരെ അനുവദിച്ചിരുന്നില്ല. നികുതിയുമായി സാധനങ്ങൾക്ക് പകരം പണം ആവശ്യപ്പെട്ടു. നികുതിയായിട്ട് സാധനങ്ങൾക്ക് പകരം എന്ത് വേണം? പണം തന്നെ വേണം. ഇവരുടെ കയ്യിൽ പണം ഉണ്ടോ? ഇവരെന്താ ഒരു ബാർട്ടർ സിസ്റ്റം പോലെ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന രീതിയൊക്കെ ഫോളോ ചെയ്ത് വന്നിരുന്നതാണ്. അപ്പോൾ അവരെന്താ ചെയ്തിരുന്നത്? സാധനങ്ങൾ തന്നെയായിരുന്നു ആ സമയം വരെ നികുതിയായിട്ടാണ് കൊടുത്തിരുന്നത്. പക്ഷേ ബ്രിട്ടീഷുകാർ പിന്നീട് ആവശ്യപ്പെട്ടത് എന്താണ്? നികുതിക്ക് സാധനങ്ങൾക്ക് പകരം, നികുതിയായിട്ട് സാധനങ്ങൾ വേണ്ട, പകരം എന്ത് ചെയ്തോളണം? കാശായിട്ട് തന്നെ വേണം എന്ന രീതിയിൽ അവർ ആവശ്യപ്പെട്ടു. അപ്പോൾ കുറിച്യർ കലാപത്തിന്റെ രേഖാചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. കുറിച്യർ എന്താ ചെയ്യുന്നത്? അമ്പും വില്ലും ആയിരുന്നു അവരുടെ പ്രധാന സമര ആയുധം. പക്ഷെ ബ്രിട്ടീഷുകാരുടെ അടുത്ത് എന്തുണ്ട്? തോക്കുകളും പീരങ്കികളും പോലെയുള്ള ആയുധങ്ങളുണ്ട്. അപ്പൊ നോക്കൂ, 1812 കുറിച്യർ കലാപം ആരംഭിച്ചത്. വയനാട്ടിലേക്കുള്ള പാതകളുടെ നിയന്ത്രണം കൈക്കലാക്കിയും പ്രാദേശിക സഹായങ്ങൾ നേടിയെടുത്തും ബ്രിട്ടീഷുകാർക്കെതിരെ ഗോത്രജനത പോരാടി. രാമനമ്പി അഥവാ രാമൻ മൂപ്പനായിരുന്നു ഇവരുടെ നേതാവ്. ഇവിടെ ആലോചിക്കുക, ഈ രാമൻ മൂപ്പൻ അല്ലെ രാമനമ്പി എന്ന് പറയുന്ന ആൾ ഒരു കുറിച്യർ വിഭാഗത്തിൽപ്പെട്ട വ്യക്തി ആയിരുന്നില്ല. ഓക്കെ, അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കണം. പിന്നെ സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തെ അവർ നേരിട്ട് ആക്രമിച്ചു. എന്നാൽ കൂടുതൽ പട്ടാളക്കാരെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ച് കുറിച്യർ കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി.
ഓക്കെ, അപ്പോൾ 1812 കുറിച്യർ കലാപം ആരംഭിച്ചത്. വയനാട്ടിലേക്കുള്ള പാതകളുടെ നിയന്ത്രണമൊക്കെ കൈക്കലാക്കി അതുപോലെ പ്രാദേശിക സഹായങ്ങൾ നേടിയെടുക്കുകയാണ് ഗോത്ര ജനത ചെയ്തത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട്. രാമൻ അമ്പി ആയിരുന്നു നമ്മുടെ ഈ കുറിച്യർ കലാപത്തിന്റെ നേതാവ്. എന്നാൽ രാമൻ അമ്പി ഈ ഒരു കുറിച്യർ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി ആയിരുന്നില്ല. സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തെ അവർ നേരിട്ട് ആക്രമിച്ചു. എന്നാൽ കൂടുതൽ പട്ടാളക്കാരെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചുകൊണ്ട് കുറിച്യർ കലാപം ശക്തമായി തന്നെ ബ്രിട്ടീഷുകാർ നേരിട്ടു. ഇനി കർഷക അസംതൃപ്തിയും കലാപത്തിലേക്ക് എത്തുന്നു. നോക്കാം. 1836 മുതൽ 1853 വരെയുള്ള 18 വർഷങ്ങൾക്കിടയിൽ മലബാറിൽ 22ഓളം ശക്തമായ കലാപങ്ങൾ നടന്നു. അതായത് മലബാർ കലാപങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 1836 മുതൽ 1853 വരെ ചെറുതും വലുതുമായി 22ഓളം ശക്തമായിട്ടുള്ള കലാപങ്ങൾ ഈ 18 വർഷങ്ങൾക്കിടയിൽ നടക്കുകയുണ്ടായി. 19-ാം നൂറ്റാണ്ടിൽ കലാപങ്ങളുടെ ഒരു പരമ്പര തന്നെ മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായി. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നികുതി നയങ്ങളും ജന്മിമാരുടെ ചൂഷണവും കുടിയൊഴിപ്പിക്കലുമാണ് കലാപങ്ങൾക്ക് കാരണമായതെന്ന് മലബാർ ഡിസ്ട്രിക്ട് കളക്ടറായിരുന്ന വില്യം ലോഗൻ തന്റെ അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നോക്കാം. മലബാർ മാനുവൽ ആരുടെയാണ്? മലബാർ മാനുവൽ വില്യം ലോഗന്റെ കൃതിയാണ് മലബാർ മാനുവൽ. അപ്പോൾ എന്താണ് ഈ പുസ്തകത്തിൽ പറയുന്നത്? ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നികുതി നയങ്ങളും ജന്മിമാരുടെ ചൂഷണവും കുടിയൊഴിപ്പിക്കലും ഒക്കെയാണ് നിരന്തരമായിട്ടുള്ള ഇത്തരം കലാപങ്ങൾക്ക് കാരണമെന്നാണ് വില്യം ലോഗൻ തന്റെ പുസ്തകത്തിന്റെ പേരെന്താണ്? മലബാർ മാനുവൽ എന്ന അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചൂഷകരായ ജന്മിമാരും ബ്രിട്ടീഷ് സർക്കാരിനുമെതിരെ കർഷകരുടെ പ്രതിരോധവും അക്രമവും ഉണ്ടായി. ഇതിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും തെക്കേ മലബാറിലെ മാപ്പിള കർഷകരായിരുന്നതുകൊണ്ട് ബ്രിട്ടീഷ് അധികാരികളും സാമ്രാജ്യത്വ ചരിത്രകാരും ഈ കലാപങ്ങളെ മാപ്പിള കലാപങ്ങൾ എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ തുടർച്ചയായിട്ടുള്ള കലാപങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തിയിട്ടുള്ള മലബാർ ഡിസ്ട്രിക്ട് കളക്ടർ ആയിരുന്ന വ്യക്തിയാണ് വില്യം ലോഗൻ. എന്താണ് അദ്ദേഹത്തിന്റെ മലബാർ മാനുവൽ എന്ന ഒരു അന്വേഷണ റിപ്പോർട്ട്, അതൊരു പുസ്തകമായിട്ട് കൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിലാണ് ഇദ്ദേഹം എന്ത് രേഖപ്പെടുത്തിയത്? ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നികുതി നയങ്ങളും ജന്മിമാരുടെ ചൂഷണവും കുടിയൊഴിപ്പിക്കലുമാണ് ഈ കലാപങ്ങൾക്ക് കാരണമെന്നാണ് ഇദ്ദേഹം റിപ്പോർട്ടിൽ അപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ചെറുത്തുനിൽപ്പുകൾ നടന്ന പ്രദേശം, സാഹചര്യം. നമ്മൾ ഇത്രയും സമയം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഏറ്റവും ആദ്യം കോട്ടയം വയനാട് പ്രദേശത്ത് നടന്ന പഴശ്ശി കലാപത്തെ കുറിച്ചാണ് പറയുന്നത്. പഴശ്ശി കലാപത്തിന്റെ സാഹചര്യം എന്താണെന്ന് നമുക്കറിയാം, വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ അടുത്തത് എന്താണ്? ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇടപെട്ടു. അതായത് വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിൽ എന്താണ് ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇടപെട്ടതിനെ തുടർന്ന് നടത്തിയ കലാപത്തെ കുറിച്ചാണ്. കൊച്ചിയിലാണെങ്കിൽ പാലിയത്തച്ഛനാണ്. കുറിച്യർ കലാപം വയനാട്ടിലാണ് നടന്നത്. പിന്നെ നികുതി വർധനവും കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് നടന്നത് മലബാർ കലാപവുമാണ്. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇത് കേട്ടോ, അതുകൊണ്ടാണ് ഇത് ജസ്റ്റ് പറയാതെ പോകുന്നത്. അടുത്ത ഭാഗത്തേക്ക് വരാം. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. ഇവിടെ നോക്കാം. ജാതിക്കുമ്മി, പണ്ഡിറ്റ് KP കറുപ്പന്റെ ജാതിക്കുമ്മി എന്ന കൃതിയിൽ നിന്നുള്ള കുറച്ച് വരികളാണ് ഇവിടെ തന്നിരിക്കുന്നത്. നാൽക്കാലികളെക്കാളും താഴെയാണോ ഇക്കാണും മനുഷ്യ സോദരന്മാർ എന്നാരംഭിക്കുന്ന വരികളുള്ള പണ്ഡിറ്റ് KP കറുപ്പന്റെ കൃതിയാണ് ജാതിക്കുമ്മി. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതൊക്കെ പല ആവർത്തി PSC ചോദിച്ച ചോദ്യങ്ങളാണ്. ജാതിക്കുമ്മി ആരുടെയാണെന്നുള്ള രീതിയിലൊക്കെ കേട്ടോ. അതുപോലെ ഇപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? പഴശ്ശി കലാപം പഠിച്ചു, വേലുത്തമ്പി ദളവയെ കുറിച്ച് പറഞ്ഞു, പാലിയത്തച്ഛനെ കുറിച്ച് പറഞ്ഞു, മലബാർ കലാപത്തെ കുറിച്ച് പറഞ്ഞു. പിന്നെ ശ്രീരംഗപട്ടണ ഉടമ്പടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പണ്ഡിറ്റ് KP കറുപ്പന്റെ ജാതിക്കുമ്മി എന്ന കൃതിയിലെ വരികളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഈ വരികളൊക്കെ തന്നിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഇനി 19-20 നൂറ്റാണ്ടുകളിലെ സാമൂഹിക അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നാം ഇന്ന് കാണുന്ന തുല്യതയും സമത്വവും അന്നത്തെ സാമൂഹിക ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നടമാടിയ സമൂഹമായിരുന്നു അത്. ഒരു വ്യക്തിയുടെ സാമൂഹിക പദവി നിർണയിച്ചത് ജനിച്ച ജാതിയെ അടിസ്ഥാനമാക്കിയായിരുന്നു. ജാതി വിവേചനത്തിന്റെ ഭാഗമായി തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, സഞ്ചാര വിലക്ക് തുടങ്ങി ധാരാളം സാമൂഹിക തിന്മകൾ കേരളത്തിൽ നിലനിന്നിരുന്നു. സമൂഹത്തിലുണ്ടായിരുന്ന യുക്തിരഹിതമായ ഇത്തരം അനാചാരങ്ങൾക്കെതിരെ പോരാടിയവരാണ് സാമൂഹിക പരിഷ്കർത്താക്കൾ. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പ്രചാരവും നവോത്ഥാന ചിന്തയുമെല്ലാം ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് പിൻബലമേകി. നിരവധി സാമൂഹിക പരിഷ്കർത്താക്കളെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. നോക്കാം അവരുടെ പ്രവർത്തനങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ സിലബസ് അനുസരിച്ച് നോക്കുമ്പോൾ വൈകുണ്ഠ സ്വാമികളാണ് അല്ലേ. ഈ വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് എന്താണ് ഇവിടെ പറയുന്നത്? കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ,
വിഗ്രഹ ആരാധനയുടെ യുക്തിരാഹിത്യം വെളിപ്പെടുത്തിക്കൊണ്ട് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആര്? പി വൈക്കുവാണ്. ആരാ? വൈകുണ്ഠസ്വാമികളാണ്. അടുത്തത് ശ്രീനാരായണ ഗുരു കേരളത്തിന്റെ സാമൂഹിക മാറ്റത്തിനു വേണ്ടി പ്രവർത്തിച്ച പരിഷ്കർത്താക്കളിൽ പ്രഥമ സ്ഥാനീയനാണ്. അന്ധവിശ്വാസങ്ങൾക്കും ജാതി വിവേചനങ്ങൾക്കുമെതിരെ പോരാടി വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ഉദ്ഘോഷിച്ചു. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ ഏവരും സോദരത്തോടെ കഴിയുന്ന മാതൃകാ സ്ഥാനമെന്ന് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുകയും ചെയ്തു. സഹോദരൻ അയ്യപ്പൻ, മഹാകവി കുമാരനാശാൻ, ഡോക്ടർ പി പൽപ്പു, ടി കെ മാധവൻ തുടങ്ങിയ പരിഷ്കർത്താക്കളെ അദ്ദേഹത്തിന്റെ ദർശനത്തിൽ സ്വാധീനിച്ചു. അപ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ പ്രസ്ഥാനം ഏതാണ്? ശ്രീനാരായണ ഗുരു ധർമ്മ പരിപാലന യോഗം അഥവാ SNDP ആണ്. SNDP. ഓക്കെ. ഇനി കുര്യാക്കോസ് ഏലിയാസ് ചാവറ സാമൂഹിക പരിഷ്കർത്താവും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്നു. അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും ഒക്കെ സ്ഥാപിച്ചു. ചട്ടമ്പി സ്വാമികളെ കുറിച്ച് എന്താ പറയുന്നത്? ജാതി വ്യവസ്ഥയെയും യുക്തിരഹിതമായ ആചാരങ്ങളെയും എതിർത്തു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിലപ്പെട്ട സംഭാവനകൾ നൽകിയ അദ്ദേഹത്തിന്റെ ഒരുപാട് രചനകളുണ്ട് അല്ലെ. ഇനി അയ്യങ്കാളിയെ കുറിച്ച് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ആത്മാഭിമാനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടി. വില്ലുവണ്ടി സമരം, കല്ലുമാല സമരം എന്നിവ അദ്ദേഹം നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട സമരങ്ങളായിരുന്നു. സാധുജന പരിപാലന സംഘം എന്ന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിത്വമാണ് അയ്യങ്കാളി. ഓക്കെ. പരിപാലന സംഘം എന്ന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി. വർഷം ഏതാ? 1907. നമ്മളൊരു കോഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? സാധുജനം യോഗ ചെയ്തു രക്ഷയ്ക്കായി അല്ലെ. 1907, 1908, 1909 എന്ന രീതിയിൽ കോഡ് പഠിച്ചു. സാധുജന പരിപാലന സംഘം 1907. വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം സമുദായത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. രാജവാഴ്ചയുടെ പൊള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ എന്നത് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രസ്ഥാനമാണ്. മന്നത്ത് പത്മനാഭൻ നായർ സമുദായത്തിന്റെ സാമൂഹിക മുന്നേറ്റത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി പ്രവർത്തിച്ച വ്യക്തിത്വം. കേരളത്തിൽ പൗര അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങൾ നയിച്ചു. നായർ സർവീസ് സൊസൈറ്റി NSS ആണ് ഇദ്ദേഹത്തിന്റെ പ്രസ്ഥാനം. നെക്സ്റ്റ് പൊയ്കയിൽ യോഹന്നാൻ ജാതീയത, അടിമത്തം തുടങ്ങിയ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ഏതാണ് വർഷം? 1909. സാധുജനം യോഗ ചെയ്തു രക്ഷയ്ക്കായി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഓക്കെ. അപ്പോൾ പൊയ്കയിൽ യോഹന്നാൻ 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന പ്രസ്ഥാനം കൊണ്ടുവന്നു. നെക്സ്റ്റ് പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം സ്ഥാപിച്ചു. നാടകകൃത്ത്, കവി എന്നീ രീതിയിലൊക്കെ പ്രശസ്തനാണ് ഇദ്ദേഹം. പിന്നെ പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് പറയുമ്പോൾ നമ്പൂതിരി സമുദായ പരിഷ്കർത്താവാണ്, സാമൂഹിക പ്രവർത്തകനാണ്, എഴുത്തുകാരനാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചു. ഇദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ് യോഗക്ഷേമ സഭ. അപ്പോൾ വർഷം 1908. നെക്സ്റ്റ് വാഗ്ബടാനന്ദൻ യുക്തിയിൽ അധിഷ്ഠിതമായ വിമർശന ചിന്തയെ പ്രോത്സാഹിപ്പിച്ചു. ആചാരങ്ങളെ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാനായിട്ട് ശ്രമിച്ചു. ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദന്റെ പ്രസ്ഥാനമാണ്. ആത്മവിദ്യാസംഘം. അതുപോലെ ആത്മവിദ്യ എന്ന് പറഞ്ഞിട്ടൊരു പത്രമൊക്കെ അദ്ദേഹത്തിനുണ്ട്, നമ്മൾ പഠിച്ചതാണ്. ഇവരെ കൂടാതെ നിരവധി സാമൂഹിക പരിഷ്കർത്താക്കൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദാക്ഷായണി വേലായുധൻ, പാർവതി നെന്മേനിമംഗലം, ആര്യ പള്ളം, കാളിക്കുട്ടി ആശാത്തി എന്നിവർ സ്ത്രീകളുടെ സാമൂഹിക ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. സാമൂഹിക പരിഷ്കർത്താക്കളുടെ പ്രവർത്തനങ്ങൾ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കും വിദ്യാഭ്യാസ പുരോഗതിക്കും കാരണമായി. സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ഒരു പുതിയ സമൂഹത്തെ സൃഷ്ടിക്കാനും കേരളത്തിന്റെ നവോത്ഥാന കാലഘട്ടത്തെ അടയാളപ്പെടുത്താനും സാമൂഹിക പരിഷ്കർത്താക്കൾക്ക് കഴിഞ്ഞു. അടുത്തത് മേൽമുണ്ട് സമരം. മേൽമുണ്ട് സമരത്തെക്കുറിച്ച് നമുക്ക് നോക്കിയാലോ. പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ ഫസ്റ്റ് വൺ മേൽമുണ്ട് സമരം നോക്കാം. എല്ലാ മതത്തിലുമുള്ള ചാനാട്ടികളും കട്ടിശീല കൊണ്ട് ഉടുത്തു കെട്ടിക്കൊള്ളുകയോ മേൽജാതിയിലുള്ള സ്ത്രീകളെ പോലെ അല്ലാതെ മറ്റേതു വിധത്തിൽ എങ്കിലും മാറുമറച്ചു കൊള്ളുകയോ ചെയ്യുന്നതിന് വിരോധം ഇല്ലായ്ക കൊണ്ട് വിവരം സകലമാന പേരും അറിഞ്ഞു നടന്നു കൊള്ളുകയും വേണം.
അതായത് സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാൻ അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ രാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരത്തിന്റെ ഒരു ഭാഗമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ വിളംബരത്തിന്റെ കാരണമായിട്ടുള്ള സമരമാണ് മേൽമുണ്ട് സമരം എന്ന് പറയുന്നത്. മേൽമുണ്ട് സമരം നമുക്കറിയാം അല്ലെ. ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾ എന്ത് ചെയ്തു? ഉയർന്ന വിഭാഗം എന്ന് കരുതപ്പെട്ടിരുന്ന സ്ത്രീകളെ പോലെ തന്നെ മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ഒരു സമരമായിരുന്നു. അപ്പോൾ തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് ഉയർന്ന വിഭാഗം എന്ന് കരുതപ്പെട്ടിരുന്ന സ്ത്രീകളെ പോലെ മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ക്രിസ്ത്യൻ മിഷണറിമാരുടെ പിന്തുണയോടുകൂടി പൊതുസ്ഥലങ്ങളിൽ മേൽമുണ്ട് ധരിച്ച് പ്രത്യക്ഷപ്പെട്ട ചാന്നാർ സ്ത്രീകളെ ഉയർന്ന വിഭാഗം എന്ന് കരുതപ്പെട്ടിരുന്നവർ ആക്രമിക്കുകയും അവരുടെ മേൽമുണ്ട് വലിച്ചു കീറുകയും ചെയ്തു. തുടർന്ന് തെക്കൻ തിരുവിതാംകൂറിൽ പലയിടങ്ങളിലും കലാപം പൊട്ടിപ്പുറപ്പെട്ടു. 1859 ജൂലൈ 26 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറിക്കാനുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ മഹാരാജാവിന്റെ കൽപ്പന പുറപ്പെടുവിച്ചു. ഓക്കെ അല്ലേ. അപ്പൊ ചാന്നാർ ലഹള വർഷം 1859 ജൂലൈ 26. അപ്പൊ നമുക്ക് ഒന്നാം ചാന്നാർ ലഹള, രണ്ടാം ചാന്നാർ ലഹള എന്നൊക്കെ പറഞ്ഞ് കാണാനായിട്ട് സാധിക്കും റാങ്ക് ഫയൽ നോക്കുമ്പോൾ. അപ്പൊ ഈ ഒരു ഉത്തരവ് നോക്കുക. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറിക്കാനുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തിരുവിതാംകൂർ രാജാവിന്റെ വിളംബരം കൊണ്ടുവന്നിട്ടുള്ള തീയതിയാണ് 1859 ജൂലൈ 26 എന്നുള്ളത്. ഓക്കെ. ഇനി വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ചാണ്. അയിത്ത ജാതിക്കാർ ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല, ഇങ്ങനെ ഒരു ബോർഡ് നമ്മുടെ വൈക്കം ക്ഷേത്രത്തിന് 100 മീറ്റർ അകലെ സ്ഥാപിച്ചിരുന്നത്രേ. ദേശീയ പ്രസ്ഥാനം ശക്തമാകുന്ന വേളയിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാന സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ താഴ്ന്നതെന്ന് ഗണിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങളെ സഞ്ചരിക്കാൻ അനുവദിച്ചിരുന്നില്ല. ഈ വിവേചനത്തിനെതിരെ 1924 മാർച്ച് മാസം 30 സത്യാഗ്രഹം ആരംഭിച്ചു. ടി.കെ. മാധവൻ, കെ. കേളപ്പൻ, കെ.പി. കേശവമേനോൻ തുടങ്ങിയവരാണ് ഈ സത്യാഗ്രഹം നയിച്ചത്. ദേശീയ ശ്രദ്ധയാകർഷിച്ച വൈക്കം സത്യാഗ്രഹം മഹാത്മാഗാന്ധിയുടെ മധ്യസ്ഥതയിലാണ് അവസാനിപ്പിച്ചത്. 1925 നവംബർ 23 ക്ഷേത്രത്തിന്റെ 3 വശങ്ങളിൽ കൂടിയുള്ള റോഡുകൾ, കിഴക്കേ നടയിലേക്കുള്ള 2 പാതകൾ ഒഴികെ ബാക്കിയുള്ള റോഡുകൾ ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കുമായി തുറന്നുകൊടുത്തു. ക്ലിയർ ആയോ? വൈക്കം സത്യാഗ്രഹം 1924 മാർച്ച് മാസം 30 ആരംഭിച്ചു. ടി.കെ. മാധവൻ, കെ. കേളപ്പൻ, കെ.പി. കേശവമേനോൻ തുടങ്ങിയവരാണ് ഈ ഒരു സത്യാഗ്രഹം നയിച്ചത്. എന്നാൽ ദേശീയ ശ്രദ്ധ ആകർഷിച്ച ഈ ഒരു സത്യാഗ്രഹം മഹാത്മാഗാന്ധി ഇടപെട്ടതോടുകൂടിയാണ് അവസാനിച്ചത്. 1925 നവംബർ മാസം 23 ക്ഷേത്രത്തിന്റെ 3 വശങ്ങളിൽ കൂടിയുള്ള റോഡുകൾ ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കുമായി തുറന്നു കൊടുക്കുകയും ചെയ്തു. ഇനി ഇവിടെ നോക്കിയേ, വൈക്കം സത്യാഗ്രഹത്തോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ജാഥ, അതാണ് സവർണ ജാഥ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആരുടെ നേതൃത്വത്തിലാ? മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ജാഥ സംഘടിപ്പിച്ചു. സവർണ ജാഥ എന്ന ഈ ജാഥ അറിയപ്പെട്ടു. ഇനി ഗുരുവായൂർ സത്യാഗ്രഹം. ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. കെ. കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് 1931 നവംബർ മാസം 1 സത്യാഗ്രഹം ആരംഭിച്ചു. സമരപരിപാടികൾ ശക്തമായപ്പോൾ അധികാരികൾക്ക് 1 മാസത്തോളം ക്ഷേത്രം അടച്ചിടേണ്ടി വന്നു. സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? എ കെ ഗോപാലൻ, പി കൃഷ്ണപിള്ളയെയും സത്യാഗ്രഹത്തെ എതിർത്തവർ ക്രൂരമായി മർദ്ദിച്ചു. കെ. കേളപ്പൻ ക്ഷേത്രത്തിന് മുന്നിൽ മരണം വരെ ഉപവാസം തുടങ്ങിയതോടുകൂടി അനേകം ആളുകളാണ് ഇതിന് പിന്തുണയായി നാനാ പ്രദേശങ്ങളിൽ നിന്നും എത്തിയത്. അവിടെയും ഗാന്ധിജി ഇടപെട്ടു അല്ലെ. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് ഉപവാസം അവസാനിപ്പിച്ചത്. ക്ഷേത്രപ്രവേശനത്തെക്കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയാൻ പൊന്നാനി താലൂക്കിൽ കോൺഗ്രസ് ഒരു ജനഹിത പരിശോധന നടത്തിയപ്പോൾ ഭൂരിപക്ഷം പേരും അതിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ സമസ്ത ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് സാധിച്ചു. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇനി ആധുനിക കാലത്തെ മഹാത്ഭുതം എന്തിനെ കുറിച്ചാണ് പറയുന്നത്? 1936 നവംബർ മാസം 12 തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ചിത്രതിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. ഇതിലൂടെ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും തുറന്നുകൊടുത്തു. ഗാന്ധിജി ഈ ഒരു വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചു.
ഇമ്പോർട്ടൻ്റ് ആണ്, മുൻപ് ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരം ഡിക്ലെയർ ചെയ്ത തീയതി ആരാണ് ചെയ്തത് എന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1936 നവംബർ മാസം 12-ാം തീയതി ചിത്രതിരുനാൾ ബാലരാമവർമ്മയാണ് എന്ത് ചെയ്തത്? ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ഗാന്ധിജി ഈ വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചു. പാലിയം സത്യാഗ്രഹം. അയിത്തോച്ചാടനത്തിനായി കേരളത്തിൽ നടന്ന മറ്റൊരു സമരമായിരുന്നു പാലിയം സത്യാഗ്രഹം. അയിത്തോച്ചാടനം 1947-48 വർഷങ്ങളിലാണ് ഈ ഒരു സത്യാഗ്രഹം നടക്കുന്നത്. കൊച്ചിയിലെ ചേന്നമംഗലത്തെ പാലിയത്തച്ഛന്റെ വസതിക്ക് മുന്നിലെ റോഡിലൂടെ നടന്നു പോകാൻ അരികുവൽക്കരിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നു. ഈ പ്രശ്നത്തെ ചൊല്ലി രാഷ്ട്രീയ കക്ഷികളും സമുദായ സംഘടനകളും ഒത്തുചേർന്ന് നടത്തിയ സമരമാണ് പാലിയം സത്യാഗ്രഹം. സി കേശവൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകിയ സത്യാഗ്രഹത്തെ നേരിടാൻ സർക്കാർ അറസ്റ്റും മർദ്ദനമുറകളും പ്രയോഗിച്ചു. 1948 കൊച്ചിയിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ജാതിഭേദമന്യേ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കപ്പെട്ടതോടുകൂടി പാലിയം റോഡിലൂടെ സഞ്ചരിക്കാനുള്ള നിയന്ത്രണം ഇല്ലാതായി. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, പാലിയം സത്യാഗ്രഹം എന്താണ്? സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന ഒരു സത്യാഗ്രഹ സമരമാണ് അല്ലേ. അപ്പോൾ അയിത്തോച്ചാടനത്തിനായിട്ട് കേരളത്തിൽ നടന്ന ഒരു സമരമായിരുന്നു 1947-48 പാലിയം സത്യാഗ്രഹം. സി കേശവനാണ് അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള വ്യക്തിത്വം. 1948 കൊച്ചിയിലെ മുഴുവൻ ക്ഷേത്രങ്ങളിലും ജാതിഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുത്തോട് കൂടിയിട്ട് പാലിയം റോഡിലോട്ടുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ബോക്സിനെ അറിയാലോ, മേൽമുണ്ട് സമരം എന്തിനു വേണ്ടിയിട്ടാണ്? വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഈ ബോക്സ് പറയുന്നില്ല, അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു പാർട്ട് 1 ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ദേശീയ പ്രസ്ഥാനവും കേരളവും എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺ ആണ് ഇത്. ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്തത്. തൊട്ടടുത്ത ദിവസം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയും കൂടി നമ്മൾ ചെയ്യും കേട്ടോ. അപ്പോൾ ഓൾഡ് SCERTയിൽ കേരളം ആധുനികതയിലേക്ക് എന്ന ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കറിയാം. അതേപോലെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ട ലെസൺ തന്നെയാണ് ദേശീയ പ്രസ്ഥാനവും കേരളവും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ക്ലാസ് ഒറ്റയടിക്ക് വലിയൊരു വീഡിയോ ആക്കി ചെയ്താൽ നിങ്ങൾക്കത് കാണാനുള്ള താല്പര്യം പോകും. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺ ആയതുകൊണ്ട് ശ്രദ്ധിച്ച് നോട്ട് എഴുതി തന്നെ ഈ ഭാഗം പഠിക്കുക. 2-3 ആവൃത്തി ക്ലാസ് സ്പീഡിലിട്ട് കേട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. പിന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് വീക്ക്ലി സ്റ്റഡി പ്ലാനുകളും സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്ത് ഫ്രീ ആയിട്ടുള്ള എക്സാംസൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക്